മോർണിംഗ് എവരിബഡി. അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും പ്ലസ് ടു ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ഹിസ്റ്ററീസ് ഭാരതം ടോപ്പിക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ പൗരാണിക സമ്പ്രദായ ബന്ധപ്പെട്ടുള്ള ജാതി, ബന്ധുത്വം അഥവാ വർഗം, കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് തുടങ്ങിയ ടോപ്പിക്കിന്റെ സംഭാഗമായിട്ട് വരുന്ന സോഷ്യൽ ഹിസ്റ്ററീസ് യൂസ് മഹാഭാരത എന്ന് പറയുന്ന തേർഡ് യൂണിറ്റ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ആ സാമൂഹ്യ അന്തരീക്ഷത്തില് മഹാഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം നൽകിയ സംഭാവന എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ധാരാളമായിട്ട് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഭാഗമാണ്, എപ്പോഴും ആശയക്കുഴപ്പത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ മഹാഭാരതത്തിന്റെ പൗരാണിക കോൺസെപ്റ്റ് എന്നതിലുപരി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ചരിത്ര ഘടനയിൽ, കുടുംബഘടനയിൽ, വർഗഘടനയിൽ മഹാഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം എത്രത്തോളം പങ്കുവഹിച്ചു എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PSCയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി ലെവലിൽ എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായിട്ടും കേൾക്കുക കേട്ടോ. നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമായിട്ടും മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം. അതില് 1,00,000 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്, ഇതിഹാസമാണ് മഹാഭാരതം. ഏകദേശം 1000 വർഷം കൊണ്ടാണ് മഹാഭാരതം പറയുന്ന ലോകത്തിലെ ഏറ്റവും ഇതിഹാസ ഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം ഏത്? മഹാഭാരതമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ഉത്തരം നൽകുന്നുണ്ട്. ഇത് നോക്കൂ, ഈ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥത്തിന്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ആദ്യം പറയുന്ന നോക്കൂ, മഹാഭാരതം ഒരു വിമർശനാത്മക പതിപ്പ്, ഉത്കർഷേച്ഛ നിറഞ്ഞ വൈജ്ഞാനിക പദ്ധതികളിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ സംസ്കൃത പണ്ഡിതനായിരുന്ന ഈ സൂക്തങ്കറുടെ നേതൃത്വത്തിൽ 1919 ആരംഭിച്ചു. കണക്കിന് പണ്ഡിതരുടെ ഒരു മഹാഭാരതത്തിന്റെ ഒരു വിമർശനാത്മക പതിപ്പ് യത്നം തുടങ്ങി വെച്ചു. യഥാർത്ഥത്തിൽ എന്നതിൽ ഉൾപ്പെട്ടിരുന്നത് രാജ്യത്തിൽ നിന്ന് വിവിധ ലിപികളിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെ സംസ്കൃത ഭാഷ കൈയെഴുത്ത് പ്രതികൾ ശേഖരിക്കുകയായിരുന്നു ഇതിന്റെ തുടക്കം.
അപ്പോൾ മഹാഭാരതത്തിന്റെ തയ്യാറാക്കാൻ ആരംഭിച്ചത് ആര്? മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് സുക്താങ്കർ. വർഷം 1919. മഹാഭാരതത്തിന്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കുന്നതിൽ മുന്നോട്ട് വന്ന വ്യക്തിയുടെ പേര് PS സുക്താങ്കർ. ഇനിയും അത് ഈ മഹാഭാരതം എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം സംസ്കൃത ഭാഷയിലാണ്. അതുപോലെ അദ്ദേഹം ഓരോ കൈയെഴുത്തിലെയും ശ്ലോകങ്ങൾ താരതമ്യം ചെയ്യാനായി ഒരു പഠനരീതി തയ്യാറാക്കി. അവസാനം വിവരണങ്ങളിൽ പൊതുവായി കണ്ടെത്തിയ ശ്ലോകങ്ങളെ തിരഞ്ഞെടുക്കുകയും 13,000-ലധികം പുറങ്ങളിൽ നിരവധി വാള്യങ്ങളായി പ്രവർത്തിച്ചു. ഈ PS സുക്താങ്കർ അദ്ദേഹം ഏകദേശം 13,000-ലേറെ പേജുകളുള്ള നിരവധി വാള്യങ്ങളായിട്ട് കണ്ടെത്തിയ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഈ സംരംഭത്തിന് അദ്ദേഹത്തിന് 47 വർഷം എടുത്തു. അഥവാ മഹാഭാരതത്തിന്റെ ഈ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കാൻ VS സുക്താങ്കർ, പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ സുക്താങ്കർ എടുത്ത വർഷം 47 വർഷം കൊണ്ടാണ് സംസ്കൃത ഭാഷയിൽ അദ്ദേഹം ഈ മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പ്. പിന്നീട് രണ്ട് കാര്യം കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും +2 കുട്ടികൾ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ മഹാഭാരതത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള കാര്യം നമുക്കറിയായിരിക്കും. പ്രധാനമായിട്ടും കൗരവ പാണ്ഡവ സംഘട്ടനമാണ് മഹാഭാരതത്തിന്റെ ഉള്ളടക്കം. പിന്നീട് ഈ മഹാഭാരതത്തിന് നിരവധി, അതായത് ഈ ധാരാളം പൊതു ഘടകങ്ങൾ മഹാഭാരതത്തിലുണ്ട്. പ്രത്യേകിച്ച് വടക്ക് കാശ്മീർ, നേപ്പാൾ, കേരളവും തമിഴ്നാടും ഉൾക്കൊള്ളുന്ന ഉപഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ കണ്ടെത്തിയ ഭാഗങ്ങളിൽ ഒരുപാട് പൊതുവായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ പോയിന്റുകൾ ആലോചിക്കുക. മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കിയത് ആര്? സംസ്കൃത പണ്ഡിതനായിരുന്ന PS സുക്താങ്കർ. വർഷം 1919. എത്ര വർഷം കൊണ്ടാണ് അദ്ദേഹം മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കി? 47 വർഷം കൊണ്ട്. എത്ര വാള്യങ്ങളായി മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പ് പ്രസിദ്ധീകരിച്ചു? 13,000 വാള്യങ്ങളായിട്ട്. ഇനി എങ്ങനെ ഈ മഹാഭാരതത്തിന്റെ വിമർശനാത്മകമായ പതിപ്പിലൂടെ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് അക്കാലത്ത് ഫോളോ ചെയ്തത്? അതായത് ഈ അക്കാലത്ത് എങ്ങനെയാണോ പെരുമാറ്റച്ചട്ടങ്ങൾ, അക്കാല സമൂഹത്തിൽ എങ്ങനെയാണോ പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടായിരുന്നത്, ആ പെരുമാറ്റച്ചട്ടങ്ങൾ അഥവാ ആ നിയമങ്ങൾ ഈ മഹാഭാരതത്തിലെ കഥാപാത്രം അതേപോലെ പിന്തുടർന്നു. ആ നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിച്ചു എന്ന് ആമുഖമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് 18 പർവ്വങ്ങൾ അടങ്ങിയതാണ് മഹാഭാരതം. ആദി പർവ്വം നമ്മളിപ്പോ ഈ ഒരു മലയാളത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 18 പർവ്വങ്ങൾ അടങ്ങിയതാണ് മഹാഭാരതം. 18 പർവ്വങ്ങൾ. 18 എന്ന സംഖ്യക്ക് ഭാരതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. 18 പർവ്വങ്ങളാണ്. 18 വേദങ്ങളുണ്ട്. 18 വർഷക്കാലം ഭരിച്ചു പാണ്ഡവര്. അങ്ങനെ 18 എന്നുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ 18 മഹാഭാരതത്തിലെ 18 പർവ്വങ്ങൾ എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് ആദി പർവ്വമാണ്. 9,948 ശ്ലോകങ്ങൾ അടങ്ങിയ ആദി പർവ്വം ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ സഭയാണ്. 4,311 ശ്ലോകങ്ങൾ. മൂന്നാമത്തത്
ധനപർവമാണ് 10,664 ശ്ലോകങ്ങൾ. 4 വിരാട പർവം 3500 ശ്ലോകങ്ങൾ. ഉദ്യോഗ പർവം 6,998 ശ്ലോകങ്ങൾ. ഭീഷ്മപർവം 5,184 ശ്ലോകങ്ങൾ. 7 ദ്രോണപർവം 10,919 ശ്ലോകങ്ങൾ. 8 കർണപർവം 4,900 ശ്ലോകങ്ങൾ. 9 ശിഷ്യർ 3,220 ശ്ലോകങ്ങൾ. 10 സൗപ്തി പർവം 2,870 ശ്ലോകങ്ങൾ. 11 സ്ത്രീ പർവം 1,775 ശ്ലോകങ്ങൾ. 12 ശാന്തി പർവം 14,525. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവമാണ് ശാന്തി പർവം. 13 അനുശാസന പർവം 12,000 ശ്ലോകങ്ങൾ. 14 മേധപർവം 4,420 ശ്ലോകങ്ങൾ. 15 ആശ്രമ പർവം 1,106 ശ്ലോകങ്ങൾ. 16 മൗസല പർവം 300 ശ്ലോകങ്ങൾ. 17 മഹാപ്രസ്ഥാനിക 120 ശ്ലോകങ്ങൾ. മഹാഭാരതത്തിലെ ഏറ്റവും ചെറിയ പർവ്വ മഹാപ്രസ്ഥാനിക. അവസാനത്തേത് സ്വർഗാരോഹണിക 200 ശ്ലോകങ്ങൾ. അപ്പോൾ ഇങ്ങനെ 1,00,000-ലധികം ശ്ലോകങ്ങൾ അടങ്ങിയ 18 പർവ്വങ്ങൾ അടങ്ങിയ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് നമ്മുടെ മഹാഭാരതം എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി നോക്കൂ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട സംഗതി അതായത് ഈ കുടുംബങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ. കുടുംബ സമൂഹത്തിന്റെ കുടുംബ ജീവിതത്തെ നാം എപ്പോഴും നിസ്സാരവൽക്കരിക്കുന്നു. എന്നിരുന്നാലും എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അംഗങ്ങളുടെ എണ്ണം, അവരുടെ പരസ്പര ബന്ധം, വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മിക്കവാറും ഒരേ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ ഭക്ഷണം, മറ്റു വിഭവം പങ്കുവെക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ജോലി ചെയ്യുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ബന്ധുക്കൾ അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ ബന്ധുവിഭാഗം, കിൻ ഫോക്ക് വിശേഷിപ്പിക്കാവുന്ന ബൃഹത്തായ ഒരു ശൃംഖലയുടെ ഭാഗമാണ് കുടുംബം. എന്താണ് കുടുംബങ്ങൾ? ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുവിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നു. ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുവിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ബൃഹത്തായ ഒരു ശൃംഖലയുടെ ഭാഗമാണ് ഇത് കുടുംബങ്ങൾ. മിക്കപ്പോഴും സ്വാഭാവികവും രക്തബന്ധനിഷ്ഠിതവുമായ ഒന്നായാണ് കുടുംബങ്ങളെ കണ്ടെത്തുന്നത്. എന്നാൽ അവ പല വ്യത്യസ്ത രീതികളിൽ നിർവചിക്കപ്പെടാറുണ്ട്. ഉദാഹരണമായി, ചില സമൂഹങ്ങൾ സഹോദര പുത്രന്മാരെ രക്തബന്ധമുള്ളവരായി കണക്കാക്കുമ്പോൾ മറ്റു ചിലർ അങ്ങനെയല്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധുജനക്കൂട്ടം അഥവാ കിൻഫോക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന, ഒറ്റയടിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ബന്ധുജനക്കൂട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന വിശാലമായ ഒരു ശൃംഖലയുടെ ഭാഗമാണ് കുടുംബങ്ങൾ. ഇനിയും അടുത്ത നോക്കൂ, പിതൃദായക സങ്കല്പം. അതായത് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് രക്തബന്ധുത്വപരമായ ബന്ധങ്ങൾ മാറിയത് ഏത് സന്ദർഭങ്ങളിലാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? ഒരു തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള കഥയാണ് മഹാഭാരതം. അതായത് മഹാഭാരതം എന്ന് പറയുന്നത് രക്തബന്ധുത്വപരമായ ബന്ധങ്ങളെ കുറിച്ചുള്ള കഥയാണ്. നമുക്കറിയാം, ഇതിഹാസങ്ങൾ എന്ന് പറയുന്ന രാമായണ മഹാഭാരതവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ്. 1,00,000 ശ്ലോകങ്ങളുള്ള 18 പർവ്വങ്ങൾ അടങ്ങിയ മഹാഭാരതം. അതില് രക്തബന്ധുത്വപരമായ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ കുടുംബ ബന്ധങ്ങളുടെ മാറ്റങ്ങളാണ്. നോക്കൂ, ഭൂമിക്കും അധികാരത്തിനും വേണ്ടിയുള്ള 2 സഹോദരന്മാരുടെ മക്കളായ കൗരവരും പാണ്ഡവരും തമ്മിലുണ്ടായ തർക്കത്തെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ജനപദങ്ങളിൽ ഒന്നിന്റെ ആധിപത്യം വഹിച്ച രാജകുടുംബമായ കുരുവംശത്തിൽപ്പെട്ടവരായിരുന്നു അവർ. അതായത് അക്കാലത്തെ പ്രധാനപ്പെട്ട ജനപദമാണ്
കുരുവംശം. ആ കുരുവംശത്തിൽപ്പെട്ടാണ് പാണ്ഡവർ, അതുപോലെ തന്നെ കൗരവർ. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയുടെയും പത്നി ഗാന്ധാരിയുടെ മക്കളാണ് കൗരവർ. അനുജനായ പാണ്ഡുവിന്റെയും കുന്തി ദേവിയുടെയും മാദ്രിയുടെയും മക്കളാണ് പാണ്ഡവർ. നോക്കൂ, നിങ്ങൾ പുരാണത്തിൽ പഠിച്ച കാര്യമായിരിക്കാം. അപ്പോൾ കുരുവംശത്തെ കുറിച്ച് രണ്ടുപേരും ഈ കൗരവ പാണ്ഡവർ കുരുവംശത്തിൽപ്പെട്ടവരാണ്. പിന്നീട് അപ്പോൾ ഈ സംഘർഷം ആർക്കായിരിക്കാം ആധിപത്യം, രാജകുടുംബത്തിന്റെ ആധിപത്യം ആർക്കാണ് എന്നതിനെ സംബന്ധിച്ച സംഘർഷം അത് പിന്നീട് യുദ്ധത്തിൽ കലാശിച്ചു. ആ യുദ്ധത്തില് ഇതിനെ തുടർന്ന് പിതൃദായക ക്രമം അനുസരിച്ചുള്ള പിന്തുടർച്ചാവകാശം പ്രഖ്യാപിക്കപ്പെട്ടു. ഈ ഇതിഹാസത്തിന്റെ രചനയ്ക്ക് മുമ്പ് തന്നെ പിതൃദായക്രമം നിലനിന്നിരുന്നുവെങ്കിലും മഹാഭാരതത്തിന്റെ കേന്ദ്ര കഥ ഈ ആശയത്തെ ഒരു അമൂല്യ വ്യവസ്ഥയായി ഊട്ടിയുറപ്പിച്ചു. പിതൃദായക്രമം അനുസരിച്ച് പിതാവ് മരിക്കുമ്പോൾ ആൺമക്കൾക്ക് പിതാവിന്റെ സമ്പത്ത് ലഭിക്കുന്നു. അപ്പോൾ നോക്കൂ, അതായത് പിതൃദായക ക്രമപ്രകാരമാണ് കുടുംബ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ധാരണ വ്യക്തമായിട്ട് അരക്കിട്ടുറപ്പിച്ചു. അതായത് മഹാഭാരത കാലഘട്ടത്തിന് മുമ്പ് തന്നെ പിതൃദായക്രമം എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടില്ലേ, പിതാവിൽ നിന്ന് പുത്രനിലേക്കും പൗത്രനിലേക്കും പാരമ്പര്യം തുടർന്നാണ് പിതൃദായക്രമം. സ്വത്തുക്കൾ പിതാവ് പിന്നെ പൗത്രൻ അഥവാ പുരുഷന്മാർ വഴി മാതാവിലൂടെ തുടരുന്ന പാരമ്പര്യം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മാതൃദായക ക്രമം. പിതൃദായക ക്രമം പുത്രൻ പൗത്രൻ അങ്ങനെ മാതാവിൽ നിന്ന് മക്കളിലേക്ക് തുടരുന്ന പാരമ്പര്യത്തെയാണ് മാതൃദായക ക്രമം എന്നും പറയുന്നത്. വ്യക്തമായിട്ട് പിതൃദായ എന്ന ആശയം അരക്കിട്ടുറപ്പിച്ച ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ഏത് ക്രമം? സ്വത്തവകാശത്തിൽ പിതൃദായക്രമം എന്ന ആശയം. കാരണം അതിനകത്ത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ സ്വത്തവകാശത്തിൽ പിതൃദായക്രമം വ്യക്തമായിട്ട് അരക്കിട്ടുറപ്പിച്ച ഒരു ഇതിഹാസമാണ് മഹാഭാരതം എന്ന് നിസ്സംശയം പറയാം. എന്താണ് പിതൃദായക്രമം? പുത്രൻ പൗത്രൻ അങ്ങനെ നിങ്ങൾ ആ ഒരു പുരുഷന്മാർ വഴി പോകുന്ന പിന്തുടർച്ച അവകാശം. പിന്നീട് അതായത് ഈ പിതൃദായക്രമം അനുസരിച്ച് പിതാവ് മരിക്കുമ്പോൾ ആൺമക്കൾക്ക് പിതാവിന് സമ്പത്ത്, രാജാക്കന്മാരാണെങ്കിൽ സിംഹാസനം. അതായത് എന്താണോ പിതാവിന്റെ സ്വത്ത്, സിംഹാസനമാണെങ്കിൽ അതുൾപ്പെടെ ആ സിംഹാസനമാണെങ്കിൽ അതുൾപ്പെടെ മക്കൾക്ക് ലഭിക്കുന്ന സമ്പ്രദായമാണ് പിതൃദായക്രമം. ആ പിതൃദായക്രമം അരക്കിട്ടുറപ്പിക്കുന്ന, വ്യക്തമായിട്ട് ഉറപ്പിക്കുന്ന ഒരു കഥയാണ് മഹാഭാരതത്തിൻ്റെത്. ഇനി നോക്കൂ, നെക്സ്റ്റ് അന്നത്തെ ഒരു ഭൂപടത്തെ കുറിച്ച് താഴെ പറയുന്നുണ്ട്. ഇനി നോക്കൂ, ഫലത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം രാജവംശങ്ങളും ഏകദേശം BC 6-ാം നൂറ്റാണ്ട് വരെ ഈ വ്യവസ്ഥിതിയിലായിരുന്നു പിന്തുടർന്നത്. ആൺമക്കളില്ലാതെ വന്ന ചില സന്ദർഭങ്ങളിൽ സഹോദരർ പിന്തുടർച്ചക്കാരായി, ചിലപ്പോൾ മറ്റു ബന്ധുക്കൾ സിംഹാസനത്തിനായി അവകാശവാദം ഉന്നയിച്ചു. അത്യപൂർവമായി ചില സന്ദർഭങ്ങളിൽ പ്രഭാവതി ഗുപ്തയെ പോലുള്ള സ്ത്രീകളും അധികാര പദവി വഹിച്ചു പോന്നു. അതായത് ഈ പിതൃദായക്രമത്തിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്, പിതൃദായക്രമം പിതാവിന് ശേഷം പുത്രൻ പൗത്രൻ, മാതൃദായക്രമം അമ്മ വഴിയുള്ള സമ്പ്രദായം. അതിന് മാതൃദായക്രമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മരുമക്കത്തായം. മാതൃദായക്രമം അമ്മ വഴിയുള്ള രീതി മാതൃദായക്രമത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മരുമക്കത്തായം. അപ്പോൾ ഈ പിതൃദായക്രമം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് അഥവാ പിതാവിന് ശേഷം പുത്രൻ ശേഷം പൗത്രൻ അങ്ങനെ വ്യാപിക്കുന്ന ഈ വംശപരമ്പര, ഇതിന് ഒരു അപവാദം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്, കുടുംബത്തിനകത്ത് ആൺമക്കളില്ലാതെ മരിച്ചുപോയാൽ അത്തരം സന്ദർഭങ്ങളിൽ മരിച്ച വ്യക്തിയുടെ സഹോദരന്മാർക്ക് കിരീടാവകാശം ലഭിക്കും. അതായത് ആൺമക്കളില്ലാതെ ഒരു വ്യക്തി ജനിച്ചു പോയാൽ പിതൃദായക്രമപ്രകാരം സ്വത്ത് സഹോദരന്മാർക്ക് ലഭിക്കും. അപൂർവ അവസരങ്ങളിൽ
സ്ത്രീകൾക്കും സ്വത്ത് കിട്ടിയിരുന്നു. അതിന്റെ ഉദാഹരണമാണ് പ്രഭാവതി ഗുപ്ത. അവർക്ക് സ്വത്ത് ലഭിച്ച, അങ്ങനെ അപൂർവമായിട്ട് സ്ത്രീകൾക്ക് സ്വത്ത് ലഭിച്ചതിന്റെ ഉദാഹരണമായ ഒരു വനിതയാണ് പ്രഭാവതി ഗുപ്ത. അതുപോലെ നോക്കൂ, പിതൃദായ ക്രമം ഭരണ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. ബ്രാഹ്മണരടക്കം ഋഗ്വേദം പോലെയുള്ള അനുഷ്ഠാന ഗ്രന്ഥങ്ങളിലെ മന്ത്രങ്ങളിലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. വേദങ്ങളിലും, ആദിമവേദം, 4 വേദങ്ങൾ അറിയാലോ, 4 വേദങ്ങൾ, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അതിൽ ആദ്യമാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിൽ വ്യക്തമായിട്ട് ഈ പിതൃദായ ക്രമം, അനുഷ്ഠാന ഗ്രന്ഥങ്ങളിൽ, മന്ത്രങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പിതൃദായ ക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രല്ല, ബ്രാഹ്മണർ അടക്കമുള്ള ഉന്നത വിഭാഗങ്ങളും ഈ വ്യവസ്ഥ, ബ്രാഹ്മണർ അടക്കമുള്ള ഉന്നത വിഭാഗങ്ങൾ ഫോളോ ചെയ്തിരുന്ന പിന്തുടർച്ചാ ക്രമം എന്ന് പറയുന്നത് പിതൃദായ ക്രമമാണ്. പിതൃദായ ക്രമമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്, ഈ ഋഗ്വേദത്തില് നല്ല ആൺമക്കളെ സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ മന്ത്രത്തിന്റെ ഉദ്ധരണിയാണ് ഇവിടെ നൽകുന്നത്. ഏകദേശം 1000 BC-യോടടുത്താണ് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. വിവാഹ ചടങ്ങ് നടത്തുമ്പോൾ പുരോഹിതർ ഉരുവിടേണ്ട മണമാണ്. ഇക്കാലത്തും പല ഹിന്ദു വിവാഹം ഉപയോഗിക്കുന്നു. ഞാൻ ഇന്ന് അവളെ സ്വതന്ത്രയാക്കുന്നു, എന്നാൽ അവിടെ നിന്നെല്ലാം ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ അവൾക്ക് സൽപുത്രന്മാരെ ലഭിക്കുന്നതിനും ഭർത്താവിന്റെ സ്നേഹത്താൽ അവൾ സൗഭാഗ്യവതിയാകുന്നതിനും ഞാൻ അവളെ ദൃഢമായി ചേർത്ത് നിർത്തുന്നു. അപ്പോൾ അവിടെയും ആൺമക്കൾ എന്ന് പറയുന്നത്, ആൺമക്കളെ സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു മാണ് ഋഗ്വേദം. ഇതാണ് ഋഗ്വേദം. അപ്പോൾ വിവാഹ ചടങ്ങ് ചൊല്ലേണ്ട ഒരു മന്ത്രമാണ്. അവിടെ ആൺമക്കൾ എന്ന് പറയുന്ന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അഥവാ പിതൃദായ ക്രമം അധിഷ്ഠിതമായ, ഒരുപക്ഷെ പുരുഷാധിഷ്ഠിതമായ ഒരു പിന്തുടർച്ചാവകാശ ക്രമത്തെ കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്ന വേദമേത് എന്ന് വെച്ചാൽ ഉത്തരം പറയാം, ഉത്തരം ഋഗ്വേദം. ഓക്കെ. പിന്നെ ഈ ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ, ഇന്ദ്രൻ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെയും മഴയുടെയും ദേവനാണ്. യുദ്ധത്തിന്റെയും മഴയുടെയും ദേവനാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രനെ ചൊല്ലി ഇന്ദ്രന് മേൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പറയുന്ന ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ട് പിതൃദായ ക്രമത്തെ കുറിച്ച് വേദങ്ങളിൽ പരാമർശമുണ്ട് എന്ന നിലയ്ക്കാണ് കേട്ടോ. ഇനി നോക്കൂ, അടുത്ത് പറയുന്നത് ബന്ധുജനങ്ങൾ തമ്മിൽ കലഹിച്ചത് എന്തിന് എന്ന് പറഞ്ഞിട്ട്, അതായത് കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്തുകൊണ്ടെന്ന് വിവരിക്കുന്ന സംസ്കൃത ഭാരതത്തിലെ ആദ്യ പർവം എന്നുള്ള ഉദ്ധരണിയാണിത്. നോക്കൂ, അതായത് നേരത്തെ പറഞ്ഞു, മഹാഭാരതം എന്ന് പറയുന്നത് 18 പർവങ്ങൾ അടങ്ങിയ 1,00,000 ശ്ലോകങ്ങൾ അടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമാണ്. അതിന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ പർവമാണ് ആദിപർവം. ആ ആദിപർവത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ 9,984 ശ്ലോകം അടങ്ങിയതാണ് ആദിപർവം. അതിനകത്ത് എങ്ങനെയൊക്കെയാണ് കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉരുത്തിരിഞ്ഞത്, കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉരുത്തിരിഞ്ഞത് എങ്ങനെയാണ് എന്ന് വർണ്ണിക്കുന്ന ഭാഗമാണ് മഹാഭാരതത്തിന്റെ 1ാമത്തെ ഭാഗമായ ആദിപർവം. ഇനി നോക്കൂ, കൗരവർ ധൃതരാഷ്ട്രയുടെ മക്കളായിരുന്നു, അറിയായിരിക്കും. പാണ്ഡവർ അവരുടെ പുത്രനായിരുന്നു. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ പാണ്ഡു ഹസ്തിനപുരിയിൽ സിംഹാസനാരോഹണം ചെയ്തു. എന്നാൽ പാണ്ഡുവിന്റെ അകാല വിയോഗത്തെ തുടർന്ന് രാജകുമാരന്മാർ നന്നെ പ്രായം കുറഞ്ഞവരായിരുന്നതിനാൽ ധൃതരാഷ്ട്ര രാജാവായി. രാജകുമാരന്മാർ ഒരുമിച്ച് വളർന്ന് വലുതായപ്പോൾ കൗരവരേക്കാൾ കഴിവും സദ്ഗുണങ്ങളുമുള്ള പാണ്ഡവരോട് ഹസ്തിനപുരിയിലെ ജനങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങി. ഇത് കൗരവരിൽ മൂത്തവനായ ദുര്യോധനനെ അസൂയാലുവാക്കി. തന്റെ പിതാവിനെ സമീപിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു:
അങ്ങയുടെ വൈകല്യ നിമിത്തം അങ്ങേക്ക് ഈ സിംഹാസനം ലഭ്യമായില്ലെങ്കിലും ഇപ്പോഴത് അങ്ങയുടെ മേൽ വന്നു ചേർത്തിരിക്കുന്നു. പാണ്ഡുവിൽ നിന്ന് പൈതൃകാധികാരം പാണ്ഡവർക്ക് ലഭിച്ചാൽ സുനിശ്ചിതമായും അദ്ദേഹത്തിന്റെ മകൻ അടുത്ത രാജാവാകും, അവന്റെ മകൻ അടുത്തതും. അങ്ങനെ ആ പാരമ്പര്യം തുടരും. ഭൂമിനാഥ, ഞങ്ങളും ഞങ്ങളുടെ പുത്രന്മാരും രാജകീയ പിന്തുടർച്ചയിൽ നിന്നും നിഷ്കാസിതരാവുകയും ലോക ദൃഷ്ടിയിൽ യാതൊരു പരിഗണനയില്ലാത്തവരായി മാറുകയും ചെയ്യും. അപ്പോൾ നോക്കൂ, കൃത്യമായിട്ട് രാജാവാകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിതൃദായക്രമം വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു ആര്? നേരത്തെ പറഞ്ഞ രണ്ടുപേരും. അതായത് ജ്യേഷ്ഠനാണ് ധൃതരാഷ്ട്രർ, അനുജനാണ് പാണ്ഡു. ജന്മന അന്ധനായിരുന്നുകൊണ്ട് ഹസ്തിനപുരിയുടെ അധികാരം കൈയടക്കിയെന്ന് പാണ്ഡു ആയിരുന്നു. ആ പാണ്ഡു അകാലം പെട്ടെന്ന് മരണമടഞ്ഞു. തുടർന്ന് അധികാരം പാണ്ഡവർക്ക് കൈമാറിയാൽ പിന്നീട് പാണ്ഡവർക്ക് അവരുടെ മക്കൾക്ക് അങ്ങനെ അധികാരം പോകും. ചുരുക്കി പറയുകയാണെങ്കിൽ പിതൃദായക്രമം എന്ന് പറയുന്ന വ്യക്തമായ പിന്തുടർച്ചാവകാശത്തെ കുറിച്ചാണ് ഇവിടെ കൗരവർ ഉന്നയിക്കുന്നത്. നമ്മുടെ മഹാഭാരത ചരിത്രപരമായ സോഷ്യൽ സ്ട്രക്ചർ പരമായിട്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ പൗരാണിക സ്പർശം എന്നതിലുപരിയായിട്ട് മഹാഭാരതത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ഘടന എന്താണ്, അത് വ്യക്തമായിട്ട് പിതൃദായക്രമമാണ്. കൗരവർ അച്ഛനോട് പറഞ്ഞു, ധൃതരാഷ്ട്രനോട് പറഞ്ഞു, പാണ്ഡവർക്കെങ്ങാനും അത് കൊടുത്താൽ ശേഷം നമുക്ക് രാജപദവിയിൽ നിന്ന് പരിപൂർണമായിട്ടും നമ്മൾ നിഷ്കാസിതരാകും, നമ്മൾ തൂത്തെറിയും എന്ന് പറഞ്ഞു. ഇനി നോക്കൂ, വിവാഹ നിയമങ്ങൾ. പിതൃദായക്രമത്തിന്റെ തുടർച്ചയ്ക്ക് ആൺമക്കൾ വളരെ പ്രധാനമായപ്പോൾ പെൺമക്കളെ ഈ ചട്ടക്കൂടിൽ വ്യത്യസ്തമായാണ് വീക്ഷിച്ചത്. കുടുംബ സ്വത്തിൽ അവർക്ക് യാതൊരു അവകാശവും ലഭിച്ചിരുന്നില്ല. അതേസമയം ഇവരെ രക്തബന്ധമില്ലാത്ത അന്യ കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുക എന്നതാണ് അഭികാമ്യമെന്ന് കരുതപ്പെട്ടു. എക്സോഗമി, പുറത്തുനിന്ന് വിവാഹം കഴിക്കുക എന്നറിയപ്പെട്ടിരുന്ന ഈ സമ്പ്രദായത്തിൽ ഉന്നത സ്ഥാനം അവകാശപ്പെടുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെയും യുവതികളുടെയും ജീവിതം അവരെ ശരിയായ സമയത്ത് ശരിയായ ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നതാണ്. തൽഫലമായി കന്യാദാനം അഥവാ മകളെ വിവാഹം ചെയ്ത അയക്കൽ പിതാവിന്റെ ധർമ്മനിഷ്ഠമായ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് എന്ന വിശ്വാസം വളർന്നു വന്നു. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വിവാഹ നിയമങ്ങൾ പലപ്പോഴും ഉരുത്തിരിഞ്ഞു വന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, പിതൃദായക്രമത്തിൽ പിതൃസ്വത്തിന്റെ എല്ലാം അവകാശം ആർക്കാണ്? ആൺമക്കൾക്കാണ്. അത് സംശയം ആൺമക്കൾക്കാണ്. മാത്രമല്ല, രക്തബന്ധത്തിലല്ലാത്ത ആളുകളുമായി അഥവാ അന്യ കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിച്ചയക്കുന്നതാണ് നല്ലത്. അതാണ് കൂടുതൽ നല്ലത്. ആ രീതിയെ എക്സോഗമി അഥവാ അന്യഗണ വിവാഹം എന്ന് പറയും. അപ്പോൾ 4 തരം വിവാഹ രീതികൾ. ഒന്ന്, എക്സോഗമി അഥവാ രക്തബന്ധമില്ലാത്ത അന്യ കുടുംബങ്ങളിലേക്കുള്ള വിവാഹത്തെയാണ് എക്സോഗമി അന്യഗണ വിവാഹം. എന്താ പറയാ? രക്തബന്ധമില്ലാത്ത അന്യ കുടുംബങ്ങളിലേക്ക് പുറത്തുള്ളവരുമായ വിവാഹത്തെയാണ് എക്സോഗമി എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്തെ വിവാഹം സൂചിപ്പിക്കുന്ന ബന്ധുക്കൾ, ജാതികൾ, ഒരു കുടുംബത്തിനകത്ത് തന്നെ അഥവാ ബന്ധുക്കളുമായോ സമാന ജാതികളുമായോ സമാന പ്രദേശത്ത് ജീവിക്കുന്നവരുമായുള്ള കുടുംബത്തിനകത്തുള്ള വിവാഹത്തെ സ്വഗണ വിവാഹം അഥവാ എൻഡോഗമി എന്ന് പറയുന്നു. സ്വഗണ വിവാഹത്തെ പറയുന്ന പേര് എൻഡോഗമി. അതുപോലെ തന്നെ ബഹുഭാര്യത്വം അഥവാ പോളിഗമി എന്ന് പറയുന്നത് ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുന്ന രീതിക്ക് പോളിഗമി എന്നും, ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാരുണ്ടാകുന്ന രീതിക്ക് ബഹുഭർത്തൃത്വം അഥവാ പോളിയാൻട്രി എന്ന് പറയുന്നു കേട്ടോ. 4 തരം വിവാഹങ്ങൾ. ഒന്ന് സ്വഗണ വിവാഹം അഥവാ എൻഡോഗമി. അതുപോലെ തന്നെ രണ്ടാമത്തേത് അന്യഗണ വിവാഹം അഥവാ എക്സോഗമി. സ്വഗണ വിവാഹം എൻഡോഗമി, അന്യഗണ വിവാഹം എക്സോഗമി.
ബഹുഭാര്യത്വം പോളിഗമി, ബഹുഭർത്തൃത്വം പോളിയാൻട്രി. അപ്പൊ ഈ രീതിയിൽ 4 തരം വിവാഹ രീതിയുണ്ട്. പൊതുവെ ഈ പറയുന്ന അഭികാമ്യം നല്ലതെന്ന് പറയണത് എക്സോഗമിയാണ്. അതായത് എക്സോഗമിയാണ്, രക്തബന്ധമില്ലാത്ത കുടുംബത്തിന്റെ പുറത്ത് നിന്ന് നടത്തുന്ന കല്യാണത്തെയാണ് എക്സോഗമി എന്ന് പറയുക. നോക്കൂ, ഇവിടെ വ്യക്തമായിട്ട് ഈ കല്യാണ സമയത്ത് ശരിയായ സമയത്ത് കല്യാണം വെച്ച് കൊടുക്കുക, കന്യാദാനം അഥവാ വിവാഹം ചെയ്തേക്കൽ പിതാവിന്റെ ധർമ്മനിഷ്ഠമായ ചുമതലയാണ്. ഇങ്ങനെ പിതാവിന്റെ ഏറ്റവും ധർമ്മനിഷ്ഠമായ അല്ലെങ്കിൽ മതപരമായ ചുമതലയാണ് കന്യാദാനം എന്ന് പറയുന്നത്. അതെല്ലാം ഈ പിതൃദായക വിവാഹ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിതൃദായ ക്രമത്തിൽ എല്ലാം പുരുഷനാണ് മേധാവിത്വം. അച്ഛന്റെ ഏറ്റവും മതപരമായ ചുമതലയാണ് മകളെ കല്യാണം ചെയ്തയക്കൽ. ആ കർമ്മത്തിന് പറയുന്ന പേരാണ് കന്യാദാനം. കന്യാദാനം എന്ന് പറയുന്നത് പിതൃദായ ക്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ട് സമൂഹത്തിൽ വ്യവസ്ഥാപിതമായിട്ട് വന്നതാണ്. നോക്കൂ, അപ്പോൾ ആ 4 എൻഡോഗമി, എക്സോഗമി, ഒരു ഘടകത്തിനകത്ത് നിന്നുള്ള വിവാഹത്തെ എൻഡോഗമി, കുടുംബത്തിനകത്ത് എൻഡോഗമി. അതേസമയം അത് പുറത്താണെങ്കിൽ, ഘടകത്തിന്റെ കുടുംബത്തിന് പുറത്താണെങ്കിൽ എക്സോഗമി. ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ബഹുഭാര്യത്വം അഥവാ പോളിഗാമി. ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ പോളിമാൻട്രി അഥവാ ബഹുഭർത്തൃത്വം എന്ന് പറയും കേട്ടോ. ഇതെല്ലാം ഈ 4 രീതികളൊക്കെ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ രീതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. അടുത്തത്, അന്ന് നിലവിലുണ്ടായിരുന്ന വിവാഹ രീതികളെ കുറിച്ച് പറഞ്ഞു. സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. അതുപോലെ തന്നെ പുതിയ നഗരങ്ങൾ ആവിർഭവിച്ചു. അതോടുകൂടി സാമൂഹ്യ ജീവിതം കൂടുതൽ സങ്കീർണമാവുകയും സമീപസ്ഥരും വിദൂരസ്ഥരും സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അവരുടെ ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമായി നഗരാന്തരീക്ഷത്തിൽ സംഗമിച്ചു. ഇത് മുൻ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് ജനങ്ങളെ നയിച്ചിരിക്കാം. അഥവാ ജനങ്ങൾ പ്രബുദ്ധരായപ്പോഴും ഈ വെല്ലുവിളി അഭിമുഖീകരിച്ച ബ്രാഹ്മണർ അതിവിപുലമായ ഒരു പൊതു സാമൂഹ്യ പെരുമാറ്റ സംഹിതയ്ക്ക് രൂപം നൽകിക്കൊണ്ടാണ് പ്രതികരിച്ചത്. ഇവ ബ്രാഹ്മണർ പ്രത്യേകിച്ച് മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ പൊതുവായും പിന്തുടരുവാൻ ഉദ്ദേശിച്ചുള്ളവരായിരുന്നു. ഏകദേശം 500 BC ശേഷം ഈ നിയമാവലികൾ സംസ്കൃത ഗ്രന്ഥങ്ങളായി ക്രോഡീകരിക്കുകയും അവയെ ധർമ്മസൂത്രങ്ങൾ
സോറി, തടസ്സം വന്നു. നോക്കൂ, ധർമ്മ ആദ്യമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ധർമ്മസൂത്രങ്ങൾ അഥവാ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബ്രാഹ്മണർ രൂപം നൽകിയ പെരുമാറ്റ സംഹിതയാണ് ധർമ്മസൂത്രങ്ങൾ. അതില് എങ്ങനെയാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജനങ്ങൾ സമൂഹത്തിൽ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ, ജനങ്ങൾ സമൂഹത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ. ഇതില് ഈ ധർമ്മസൂത്രങ്ങൾ അഥവാ ധർമ്മശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുസ്മൃതി. ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്രം, ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുസ്മൃതി. മനുസ്മൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്രം. പൊതുവെ എങ്ങനെയാണ് ബ്രാഹ്മണര് പൊതുവിൽ ബ്രാഹ്മണർ പ്രത്യേകിച്ചും പൊതുജനങ്ങൾ ബാക്കിയുള്ളവർ പൊതുവിൽ പാലിക്കേണ്ട നിയമസംഹിതയാണ് ധർമ്മസൂത്രങ്ങൾ അഥവാ ധർമ്മശാസ്ത്രങ്ങൾ. അതിന് എക്സാമ്പിൾ ആണ് മനുസ്മൃതി. ഇത് പ്രകാരം, അതായത് ഈ ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്ര പ്രകാരം വിവാഹങ്ങൾ 8 തരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ 4 തരം വിവാഹങ്ങൾ ആ രീതിയിലല്ല, പ്രത്യേകം എടുത്തു പറയുന്നതോടെ ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്ര പ്രകാരം 8 വിവാഹ രീതികളുണ്ട്. അതിൽ 4 നല്ലതായിട്ടും 4 സ്വീകരിക്കപ്പെടാത്തവയുമാണ്, നല്ലതല്ലാത്തതാണ്. ആ 8 വിവാഹങ്ങൾ നോക്കൂ. ഒന്നാമത്തേത് പിതാവ് ക്ഷണിക്കുന്ന വേദജ്ഞാനിയായ പുരുഷന് വിലയേറിയ ആഢ്യാഭരണങ്ങൾ അണിയിച്ചൊരുക്കിയ പുത്രിയെ സമ്മാനിക്കുന്ന രീതി. അതിനെ ടെക്സ്റ്റ് പറഞ്ഞില്ലെങ്കിലും ബ്രഹ്മവിവാഹം എന്ന് പറയും കേട്ടോ. ഒന്നാമത്തേത്, അതായത് പിതാവ് ക്ഷണിക്കുന്ന നല്ല വേദം പഠിച്ച വേദജ്ഞാനിയായ പുരുഷന് വിലയേറിയ ആഢയാഭരണങ്ങൾ അണിയിച്ചൊരുക്കിയ പുത്രിയെ സമ്മാനിക്കുന്ന രീതിക്കാണ് ബ്രഹ്മവിവാഹം. രണ്ടാമത്തേത്, പിന്നെ ഇവിടെ 1, 4, 5 അതില് കറക്റ്റ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1 കഴിഞ്ഞ് 4-മത്തെ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇരുവർക്കും ഒരുമിച്ച് നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയട്ടെ എന്ന് ദമ്പതികളെ അഭിസംബോധന ചെയ്യുകയും വരനെ ആദരിക്കുകയും ചെയ്ത ശേഷം പിതാവ് മകളെ സമ്മാനിക്കുന്ന രീതിയാണ് 4-മത്തേത്. 5-മത്തേത്, വരൻ സ്വന്തം ഇഷ്ടപ്രകാരം വധുവിനും അവരുടെ ബന്ധുജനത്തിനും തന്റെ കഴിവിനൊത്തു ധനം നൽകി കന്യകയെ സ്വീകരിക്കുന്ന രീതി. അതിനെ അസുര വിവാഹം എന്ന് പറയുന്നു. 6-മത്തേത്, ആഗ്രഹ സാക്ഷാത്കാരത്തിനായി കന്യകയും അവരുടെ പ്രണയിതാവും സ്വമേധയാ ഒന്നാകുന്നത്. അതിനെ ഗാന്ധർവ വിവാഹം എന്ന് പറയും. ഇതില് ഈ പറഞ്ഞിരിക്കുന്നതിൽ 1-മത്തെ അല്ലെങ്കിൽ 2, ഇവിടെ 1, 4 ഇവ മൊത്തം 8 എണ്ണത്തിൽ 4 വിവാഹ രീതികൾ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ബ്രഹ്മവിവാഹം, പ്രജാപത്യ വിവാഹം, വിവാഹം, ദൈവവിവാഹം. ഏതെല്ലാം? ബ്രഹ്മവിവാഹം അഥവാ ജ്ഞാനിയായ മാന്യനായ വരന് നല്ല ആഭരണങ്ങൾ അണിഞ്ഞ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന രീതിക്ക് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നു. 2-മത്തേത് പ്രജാപത്യ വിവാഹം. ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല. 2 പ്രജാപത്യ വിവാഹം. പ്രജാപത്യ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീധനമില്ലാതെ അച്ഛൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഈ സമ്പ്രദായം ബ്രഹ്മവിവാഹത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ്. ബ്രഹ്മവിവാഹത്തിന്റെ മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന പ്രജാപത്യ വിവാഹം എന്ന് പറയുന്നത്. അതുപോലെ ആർഷവിവാഹം വരന്റെ വശത്ത് നിന്ന് ഒരു ജോഡി കാളകളെയോ പശുക്കളെയോ സ്വീകരിച്ചതിന് ശേഷം വധുവിന്റെ അച്ഛൻ മകളെ വരന് വിവാഹം ചെയ്ത് കൊടുക്കുന്നതാണ് ആർഷം. ഋഷഭം എന്നൊക്കെ ആലോചിക്കുക. ഋഷഭം എന്ന് പറഞ്ഞ കാളയാണല്ലോ, ആർഷം. ദൈവവിവാഹം, പുരോഹിതനായ വരന് പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കഴിച്ചു കൊടുക്കുന്ന രീതിയാണ്. പുരോഹിതനായ വരന് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിക്കാണ് ദൈവവിവാഹം എന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്രഹ്മ, പ്രജാപത്യ, ആർഷ, ദൈവ 4ത്തിനും കൂടെ
വിവാഹം ചേർത്താൽ മതി. ഈ 4 വിവാഹങ്ങൾ നല്ലതായിട്ടും ബാക്കി പറയുന്ന അസുര, ഗാന്ധർവ, രാക്ഷസ, പൈശാച, അസുര വിവാഹം, ഗാന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാച വിവാഹം അവയെ നല്ലതല്ല എന്നും കണക്കാക്കിയിരുന്നു. ബ്രഹ്മം, പ്രജാപത്യം, ആർഷം, ദൈവം ഒക്കെ അസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം വേണ്ട എന്നാണ് കണക്കാക്കിയിരുന്നത്. വിവാഹം 8 രീതിയിൽ അതിൽ 4 ആണ് വേദങ്ങൾ അംഗീകരിച്ചിരുന്നത്. ധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലുമാണ് 8 തരത്തിലുള്ള വിവാഹ രീതികളെ, വിവാഹ സമ്പ്രദായങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഓരോന്നിന്റെ കാര്യത്തിൽ പറയുമ്പോഴും ശ്രദ്ധേയമായ വസ്തുത, ധർമ്മസൂത്ര 8 തരം വിവാഹ സമ്പ്രദായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 4 സ്വീകരിച്ചു, 4 സ്വീകരിച്ചില്ല. ധർമ്മസൂത്രം, ധർമ്മശാസ്ത്രപ്രകാരം സ്വീകരിക്കപ്പെട്ട വിവാഹങ്ങൾ ബ്രഹ്മം, പ്രജാപത്യം, ആർഷം, ദൈവം. സ്വീകരിക്കപ്പെടാത്തത് അസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഒക്കെ വിവാഹം കൂടി ചേർക്കുന്ന കൂട്ടത്തില്. ഇനി നോക്കൂ, സ്ത്രീകളുടെ ഗോത്രം എന്ന് പറയുന്ന ടോപ്പിക്കില് BC 1000 മുതൽ തന്നെ കാണപ്പെട്ട ഒരു ബ്രാഹ്മണ സമ്പ്രദായ പ്രത്യേക ജനങ്ങളെ, പ്രത്യേക ബ്രാഹ്മണർ ഗോത്രങ്ങളെ തരംതിരിക്കുന്നതായിരുന്നു. ഒരു വൈദിക ആചാര്യന്റെ പേരാണ് ഓരോ ഗോത്രത്തിനും നൽകിയിരുന്നത്. അതുപോലെ ആ ഗോത്രത്തിൽ ഉൾപ്പെടുന്നവരെല്ലാം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടു. ഗോത്രങ്ങളെ കുറിച്ചുള്ള 2 നിയമങ്ങൾ വളരെ പ്രധാനമായിരുന്നു. വിവാഹശേഷം സ്ത്രീകൾ അവരുടെ പിതാവിന്റെ ഗോത്രം ഉപേക്ഷിക്കുകയും ഭർത്താവിന്റെ ഗോത്രം സ്വീകരിക്കുകയും വേണം. ഒരേ ഗോത്രത്തിൽപ്പെട്ട അംഗങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾ പാടില്ല. അതായത് ഈ BC 1000 മുതൽക്കാണ് BC 1000 മുതൽ ബ്രാഹ്മണർ ജനങ്ങളെ ഗോത്രങ്ങളായി തരംതിരിക്കാൻ തുടങ്ങി. ബ്രാഹ്മണർ ജനങ്ങളെ ഗോത്രങ്ങളായി തരംതിരിക്കാൻ തുടങ്ങിയതപ്പോൾ BC 1000 മുതൽക്ക്. അതില് അങ്ങനെ തരംതിരിക്കപ്പെട്ട 2, ഒന്ന് വിവാഹശേഷം സ്ത്രീകള് സ്വന്തം പിതാവിന്റെ ഗോത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന്റെ ഗോത്രം സ്വീകരിക്കണം. അതുപോലെ ഒരേ ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾ പാടില്ല. പിന്നെ ഇത് പൊതുവായി പിന്തുടർന്നിരുന്ന രീതിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം, ചിലപ്പോഴെങ്കിലും ഗോത്ര നാമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന പുരുഷന്മാരുടെ പേരുകൾ പരിശോധിക്കലാണ്. ഡക്കാനും പശ്ചിമേന്ത്യയുടെ ഭാഗങ്ങളും ഭരിച്ചിരുന്ന ശതവാഹനന്റെ പോലെയുള്ള ശക്തരായ ഭരണവംശങ്ങൾ BC 2-ാം നൂറ്റാണ്ടിനും CE 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ ഗോത്രനാമങ്ങൾ സ്വീകരിച്ചിരുന്നു. അഥവാ ഈ രീതി കറക്റ്റ് ആയിട്ട്, അഥവാ വിവാഹശേഷം സ്ത്രീകൾ സ്വന്തം പിതാവിന്റെ ഗോത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന്റെ ഗോത്രം സ്വീകരിച്ചത്, ആ സമ്പ്രദായം ഏത് കാലഘട്ടത്തിലുണ്ടായെന്ന് വെച്ചാൽ BC 2-ാം നൂറ്റാണ്ടിനും അതുപോലെ തന്നെ AD 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. പിന്നെ അതേ സമയം തന്നെ ശതവാഹന രാജാക്കന്മാർ പലപ്പോഴും അവര് ബഹുഭാര്യാത്വം പിന്തുടർന്ന ആൾക്കാരായിരുന്നു. ബഹുഭാര്യാത്വം പിന്തുടർന്നിരുന്ന രാജവംശമാണ് ശതവാഹനന്മാർ. പിന്നീട് അതായത് തീർച്ചയായിട്ടും അവരങ്ങനെ
ഈ ബഹുഭാര്യത്വം പിന്തുടർന്നവരായിരുന്നു എന്നുള്ളത് ശിലാലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് അവരുടെ ആ രീതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നോക്കൂടെ പറയുന്നത്, ശിലാലിഖിതങ്ങളിൽ നിന്ന് കണ്ടെടുത്ത അനേകം തലമുറകളിൽപ്പെട്ട ശതവാഹന ഭരണാധികാരികളുടെ പേരുകളാണിവ. പൊതുസ്ഥാന പേരായ രാജ ശ്രദ്ധിക്കുക, പുത എന്ന് അവസാനിക്കുന്ന തുടർന്നുള്ള പദവും ശ്രദ്ധിക്കുക. പ്രാകൃത പദമായ പൊതിയുടെ അർത്ഥം പുത്രനാണ്. ഗോതമി പുത എന്ന വാക്കിന് ഗോതമിയുടെ പുത്രൻ എന്നാണ്. ഗോതമി, വസുതി മുതലായവ പേരുകൾ ഗോതമ, വസിഷ്ഠ എന്ന പേരുകളുടെ സ്ത്രീലിംഗ രൂപങ്ങളാണ്. വേദാചാര്യരുടെ പേരുകളിലാണ് പൊതുവെ ഗോത്രങ്ങൾ നാമകരണം ചെയ്തത്. അതായത് കൃത്യമായിട്ട് അവിടെ ഈ പറയുന്ന ശതവാഹന രാജാക്കന്മാർക്കിടയിൽ അമ്മമാരുടെ സ്ഥാനപ്പേരുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് അമ്മമാരുടെ ആ മാതൃദായക്രമം ഫോളോ ചെയ്തിരുന്ന, മാതൃദായ പിന്തുടർന്നിരുന്ന രാജവംശം ഏത്? ശതവാഹന രാജവംശം. അതേസമയം അങ്ങനെയല്ല, അതായത് രാജവംശം അങ്ങനെയല്ല കേട്ടോ. രാജവംശത്തിന്റെ പേരുകൾ അമ്മമാരുടെ പേരുകളാണെങ്കിലും അവിടുത്തെ പിന്തുടർച്ചാവകാശം ഉള്ളത് പിതൃദായ ക്രമം തന്നെയാണ്. അതായത് രാജവംശത്തിന്റെ പേര് അമ്മമാരുടെ പേരുകളും, അതേസമയം പിന്തുടർച്ചാവകാശ ക്രമം പരിപൂർണമായിട്ടും പിതൃദായ ക്രമത്തിലുമുള്ള ഒരു രാജവംശം ഏത്? ആ രാജവംശത്തിന്റെ പേരാണ് ശതവാഹന രാജവംശം. ഓക്കെ, ഇനി പുത്രന്മാര്, ആദ്യകാല ഉപനിഷത്തുകള് മാത്രം പല പുത്രന്മാരെ അമ്മയുടെ പേരിൽ നാമകരണം ചെയ്യൽ ഉപനിഷത്തുകളിലുണ്ട്. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ പല ഉപനിഷത്തുകൾ അച്ഛന്മാരുടെ പേരിന്റെ അല്ല, അമ്മമാരുടെ പേരിലും കൂട്ടിയിട്ട് പേരിടലുണ്ട്. ആദ്യകാല ഉപനിഷത്ത് ഒന്നായ ബൃഹാദാരണ്യ ഉപനിഷത്തിൽ അമ്മയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഉൾപ്പെടെ തുടർ തലമുറകളിൽപ്പെട്ട ഗുരുക്കന്മാരുടെയും ശിഷ്യന്മാരുടെയും പട്ടികയുണ്ട്. ആ രീതിയിൽ ശതവാഹന കാലത്ത് ശതവാഹന രാജവംശത്തിൽ അമ്മമാരുടെ പേരിലാണ് രാജാക്കന്മാരുടെ പേര് വന്നിരുന്നത്. പക്ഷെ അവിടെയും അനന്തരാവകാശം എന്ന് പറയുന്നത് പിതൃദായക്രമത്തിലായിരുന്നു എന്ന കാര്യം അറിയിക്കട്ടെ. പിന്നെ നോക്കൂ, നെക്സ്റ്റ് പറയുന്ന സംഗതി, ഒരു അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നതിൽ അതില് മഹാഭാരതത്തില് ഗാന്ധാരി വിലാപത്തിൽ പറയുന്ന സംഗതിയാണ് പരസ്പരമായിട്ട് എങ്ങനെയാണ് ഒരു തന്റെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ഉറപ്പായ സമയത്ത് അമ്മയായ ഗാന്ധാരി മൂത്ത മകനായ ദുര്യോധനന് കൊടുക്കുന്ന ഉപദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ആപൽ സന്ധിയിലും ഏതൊരു അധർമ്മത്തിന്റെ വിളയാട്ടത്തിൽ വരുന്ന അവിടുന്നാണ്. അമ്മ ഇവിടെ ഗാന്ധാരിയാണ്, മകൻ ഇവിടെ ദുര്യോധനനാണ്. പിന്നെ അപ്പൊ ആ കാര്യം പ്രത്യേകമായിട്ട് ആലോചിക്കണം. നെക്സ്റ്റ് പറയുന്നത് സമൂഹ വ്യത്യാസങ്ങൾ ചട്ടക്കൂടിന് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തില് ശതവാഹന ഭരണാധികാരികളുടെ വിവാഹ ബന്ധത്തിന് സ്ത്രീകളുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് അവരുടെ പലർക്കും തങ്ങളുടെ പിതാക്കന്മാരുടെ ഗോത്രനാമങ്ങളായ ഗോതമ, വസിഷ്ഠ മുതലായ ഉത്ഭവിച്ച പേരുകളാണ് ഉണ്ടായിരുന്നത്. അതായത് അവരുടെ സ്ത്രീകളുടെ പേരുകൾ അവരുടെ പിതാവിന്റെ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് ബ്രാഹ്മണ നിയമാവലിക്ക് അനുസൃതമായി വിവാഹശേഷം ഭർത്താവിന്റെ ഗോത്രം സ്വീകരിക്കാതെ ഇവർ പിതാവിന്റെ ഗോത്രം നിലനിർത്തി എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ചില സ്ത്രീകൾ ഒരേ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു വ്യക്തമാണ്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട അന്യഗണ വിവാഹത്തിനെതിരായാണ് ഇതെന്ന് നിശ്ചയമാണ്. ബ്രാഹ്മണ വിവാഹത്തിൽ പൊതുവെ അന്യഗണ വിവാഹത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അറിയാലോ, അന്യഗണ വിവാഹം അഥവാ എക്സോഗമി, ഗോത്രത്തിന് കുടുംബത്തിന് പുറത്തുള്ളവരുമായി വിവാഹം. പക്ഷെ ഇവിടെ ഈ ശതവാഹന ഭരണാധികാരികൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമായിട്ട്. അപ്പൊ സ്വഗണത്തിൽ നിന്ന് സ്വഗണ വിവാഹം നടത്തിയ ഒരു രാജവംശം ഏത്? അത് ഏത് തന്നെയാണ്? ശതവാഹന രാജവംശം. അവരുടെ പിതാവിന്റെ ഗോത്രത്തിന്റെ പേരാണ് സ്ത്രീകളുടെ പേരിനോട് കൂടെ ചേർത്തിരുന്നത്.
അപ്പൊ അതുകൊണ്ട് അവര് എക്സോഗമി അല്ല എൻഡോഗമി അഥവാ സ്വഗണ വിവാഹത്തിന്റെ മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് കാണപ്പെടുന്നു. അത് ഈ ശതവാഹനം തമ്മിലുള്ള വിവാഹം. ഓക്കെ, ഇനി നോക്കൂ പറഞ്ഞിരിക്കുന്നത്. അമ്മമാർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശതവാഹന ഭരണാധികാരികൾ മെട്രോണിമിക്സിലൂടെയാണ് അമ്മമാരുടെ പേര് രൂപപ്പെടുത്തിയ പേരുകൾ അറിയപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അമ്മമാർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുമെങ്കിലും ഒരു നിഗമനത്തെത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശതവാഹനയുടെ കാര്യത്തിൽ സിംഹാസനത്തിലേക്കുള്ള പിന്തുടർച്ച അവകാശം പൊതുവെ പിതൃദായക്രമമായിരുന്നു. രാജവംശത്തിന്റെ പേരുകൾ അമ്മമാരതാണെങ്കിലും അവരുടെ അനന്തരാവകാശം പരിപൂർണമായിട്ടും പിതൃദായക്രമത്തിലൂടെയാണ് നടന്നിരുന്നത്. ഏത് രാജവംശം? ശതവാഹന രാജവംശത്തിൽ. അപ്പോൾ അത് പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതാണ്, തെറ്റിപ്പോകരുത്. ശതവാഹന രാജവംശത്തിൽ സ്വത്ത് അനന്തരാവകാശം പിതൃദായക്രമത്തിലും രാജാക്കന്മാരുടെ പേരുകൾ അമ്മയുടെ പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് മഹാഭാരതത്തിലെ ഒരു രംഗത്തെ കുറിച്ചുള്ള ഏറ്റവും ശിലാചിത്രമാണിത്. അതിചിത്ര ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രത്തിലുള്ള കളിമശില്പമാണ് താഴെ ആ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ജാതിയുടെ ചട്ടക്കൂടിനകത്തും പുറത്തും ബ്രാഹ്മണർ നേരത്തെ പറഞ്ഞ ധർമ്മശാസ്ത്രം ധർമ്മസൂത്രത്തിലൂടെ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെല്ലാമാണ് ജാതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്? ജാതി എന്ന പദം നിങ്ങൾക്ക് മിക്കവാർക്കും സുപരിചിതമാണല്ലോ. ശ്രേണി രൂപത്തിൽ ക്രമപ്പെടുത്തിയ സാമൂഹ്യ വിഭാഗങ്ങളുടെ കൂട്ടമാണ് ജാതി. ഇതിന്റെ മാതൃകാപരമായ ഘടന ധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ജാതി എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നത് ധർമ്മസൂത്രത്തിലും ധർമ്മശാസ്ത്രങ്ങളിലുമാണ്. ജാതി എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രേണീക്രമത്തിലുള്ള ഒരു കൂട്ടം സാമൂഹ്യ വിഭാഗങ്ങൾ. ശ്രേണീക്രമത്തിലുള്ള ഒരു കൂട്ടം സാമൂഹ്യ വിഭാഗങ്ങൾ പറയുന്ന പേരാണ് ജാതി. ഇത് ജാതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ധർമ്മശാസ്ത്രത്തിലും നേരത്തെ പറഞ്ഞ ധർമ്മസൂത്രം ധർമ്മശാസ്ത്രം അതിൽ തന്നെ ഋഗ്വേദ കാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ് ആദ്യമായിട്ടും ഈ വർണ്ണത്തെ പറ്റിയുള്ള ആദ്യ പരാമർശം വന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം, വർണ്ണത്തെ കുറിച്ചുള്ള ആദ്യ പരാമർശം വന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. ആദിമവേദമായ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് വർണ്ണത്തെ പറ്റിയുള്ള ആദ്യ പരാമർശം വന്നത്. അതായത് അത് പ്രകാരം ഈ ജാതി വ്യവസ്ഥ വർണ്ണ വ്യവസ്ഥ കറക്റ്റ് ദൈവദത്തമാണ് എന്നും അതിൽ പറഞ്ഞിരിക്കുന്നു. വർണ്ണ വ്യവസ്ഥ ദൈവദത്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ തന്നെയാണ്? ആദിമവേദമായ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തങ്ങളിൽ. അത് പ്രകാരം ഈശ്വരന്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും അതുപോലെ തന്നെ ബാഹുക്കളിൽ നിന്ന് കൈത്തണ്ടയിൽ നിന്ന് ക്ഷത്രിയർ, തുടകളിൽ നിന്ന് വൈശ്യർ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ എന്ന രീതി വന്നു. വ്യക്തമായിട്ട് ദൈവികമായ സൃഷ്ടിയാണ് വർണ്ണവ്യവസ്ഥ എന്നാണ് അന്ന് ഗണിച്ചിരുന്നത്. അതായത് ഈ ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് സ്ഥാനം ലഭിക്കും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതിൽ പറഞ്ഞിരിക്കുമ്പോ ജാതി വ്യവസ്ഥ വർണ്ണ വ്യവസ്ഥ പരാമർശിച്ചത് ആദിമ വേദമായ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തങ്ങളിലാണ് വർണ്ണ വ്യവസ്ഥ കൃത്യമായിട്ട് പരാമർശിച്ചത്. പിന്നെ ഏറ്റവും മുകളിൽ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർ, ഏറ്റവും താഴെത്തട്ടിൽ ശൂദ്രരാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓരോന്നും വ്യക്തമായിട്ട് ഈ നാല് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ മാതൃകാ തൊഴിലുകളെ കുറിച്ച് നിയമങ്ങൾ ധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും ഉണ്ട്. വേദങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക.
യാഗങ്ങൾ നടത്തുക, ഉപഹാരങ്ങൾ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക തുടങ്ങിയവരായിരുന്നു ബ്രാഹ്മണരുടെ കർത്തവ്യങ്ങൾ. ക്ഷത്രിയർ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും നീതി നടപ്പാക്കുകയും വേദങ്ങൾ പഠിപ്പിക്കുകയും യാഗങ്ങൾ നടത്തുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യണം. മുകളിൽ അവസാനം പറഞ്ഞ മൂന്ന് തൊഴിലുകൾ വൈശ്യർക്കും നൽകിയിരുന്നു. ഇവർക്ക് പുറമെ കൃഷി, കാലിമേയ്ക്കൽ, വ്യാപാരം എന്നിവയിലും ഏർപ്പെടാം. മൂന്ന് മേൽവർണ്ണങ്ങളെയും സേവിക്കുക എന്നിവ മാത്രമാണ് ശൂദ്രർക്ക് നൽകിയത്. അപ്പോ പൊതുവെ പറയുമ്പോൾ പുരോഹിതന്മാർ ബ്രാഹ്മണർ, യോദ്ധാക്കൾ ക്ഷത്രിയർ, അതുപോലെ കർഷകർ, തൊഴിലാളികൾ, കരകൗശലക്കാർ തുടങ്ങിയവർ വൈശ്യർ. ഏറ്റവും താഴെ കൃഷിപ്പണിക്കാരും വേലക്കാരും മറ്റുള്ള തൊഴിലുകളൊക്കെ വരുന്നത്. അഥവാ ഇവര് ആ തൊഴിൽ അന്ന് താഴ്ന്നവരെ കണക്കാക്കി തൊഴിലൊക്കെ ചെയ്തിരുന്നത് ആരാണ്? ശൂദ്രരാണ്. നോക്കൂ, അപ്പൊ ഏത് മേഖലയിൽ തിരിഞ്ഞാലും ജന്മം കൊണ്ട് പുണ്യസ്ഥാനം കിട്ടുക എന്നായിരുന്നു വർണ്ണാശ്രമത്തിന്റെ പ്രധാനപ്പെട്ട സംഭവം. വർണ്ണാശ്രമം ആദ്യമായിട്ട് പരാമർശിക്കുന്നത് എവിടെയാണ്? ഋഗ്വേദത്തിലെ പുരുഷ സൂക്തങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ ബ്രാഹ്മണർ, പിന്നെ ക്ഷത്രിയർ, ശൂദ്രർ. ഓക്കെ, ഇവിടെ കുറെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് യാഗങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ, ഉപഹാരം സ്വീകരിക്കുക, അതിൽ വേദങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, യാഗങ്ങൾ നടത്തുകയൊക്കെ ബ്രാഹ്മണർക്ക്, യുദ്ധങ്ങൾ പങ്കെടുക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക, നീതി നടപ്പിലാക്കുകയൊക്കെ ക്ഷത്രിയർക്ക്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം, യാഗങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് വൈശ്യർക്ക് അതിന് പുറമെ കാലിമേക്കലും കൃഷിയൊക്കെ ഉണ്ട്. ഏറ്റവും താഴേക്കിടൽ വർണ്ണമാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. പിന്നീട് ഈ നിയമം നടപ്പിലാക്കുവാൻ ബ്രാഹ്മണർ 2-3 തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തു. നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ വർണ്ണഘടന. അപ്പൊ ഏറ്റവും പ്രധാന ഇതൊക്കെ ഈ നിയമം കറക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചില പ്രത്യേക സംഭവം കൊടുത്തു. ആദ്യം പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമങ്ങളെല്ലാം പരിപൂർണമായിട്ടും ദൈവദത്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരന്റെ, ആദിപുരുഷന്റെ വായിൽ നിന്ന് ബ്രാഹ്മണർ, കൈകളിൽ നിന്ന് ക്ഷത്രിയർ, തുടകളിൽ നിന്ന് വൈശ്യർ, പാദങ്ങളിൽ നിന്ന് ശൂദ്രർ. അപ്പൊ ദൈവദത്തമാണ്. പാദങ്ങളിൽ നിന്ന് ശൂദ്രർ, പാദങ്ങളിൽ നിന്നും തുടകളിൽ നിന്ന് വൈശ്യരും, കൈകളിൽ നിന്ന് ക്ഷത്രിയരും, വായിൽ നിന്ന് ബ്രാഹ്മണരും. അതുകൊണ്ട് തന്നെ കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് തന്നെയാണ് സ്ഥാനം ലഭിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രല്ല, അവര് ഇത്തരം സങ്കല്പങ്ങൾക്ക്, ഇത്തരം വിശ്വാസങ്ങൾക്ക് അവരേറ്റവും ആധികാരികമായിട്ട് സ്വീകരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിലെ നിർദ്ദേശങ്ങളാണ്, മഹാഭാരത രീതിയാണ് എന്നും വ്യക്തമായിട്ട് കാണാം. ഓക്കെ, നോക്കൂ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് പരാമർശിച്ച എവിടെയാണ്? ഋഗ്വേദത്തിലെ പുരുഷ സൂക്തമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് വ്യക്തമായിട്ട് വർണ്ണാശ്രമം ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഉപോത്പലകമായിട്ട് ഈ വർണ്ണാശ്രമത്തെ ചേർത്ത് പറയുമ്പോൾ ഒരു കഥ പറയുന്നുണ്ട്. അത് ഏകലവ്യന്റെ കഥയാണ്. മഹാഭാരതത്തിലെ ആദി പർവ്വത്തിൽ നിന്ന കഥയാണ് ഏകലവ്യൻ. ഏകലവ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവര് ഒരു ശിഷ്യനായിട്ട് വന്നതാണ് ഈ ദ്രോണരുടെ. അതായത് കുരുവംശത്തിലെ രാജകുമാരന്മാർ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്ന ബ്രാഹ്മണനാണ് ദ്രോണർ. ആ ദ്രോണർ അടുത്തേക്ക് കാട്ടാള വംശജനായ അഥവാ വനത്തിൽ പാർക്കുന്ന വേട സമുദായക്കാരനായിട്ടുള്ള ഏകലവ്യൻ വന്നു. പക്ഷെ അദ്ദേഹം ധർമ്മം അറിയാവുന്ന ആളാണ്. അഥവാ ബ്രാഹ്മണ ദ്രോണർ ആയതുകൊണ്ട് ദ്രോണർ വിസമ്മതിച്ചു. തുടർന്ന് അങ്ങോട്ട് ഏകലവ്യൻ പോയിട്ട് ദ്രോണരുടെ ഒരു കളിമൺ പ്രതിമ ഉണ്ടാക്കി ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അത് അസ്ത്രവിദ്യ പഠിച്ചു എന്നാണ്. പിന്നെ ഒരിക്കൽ ഈ യാദൃശ്ചികമായിട്ട് വേട്ടയാടാൻ വേണ്ടി വനത്തെത്തിയപ്പോൾ അവരുടെ വേട്ടനായ വഴിതെറ്റി. ആ വേട്ടനായ
ഏകലവന് മുന്നിൽ പെട്ടപ്പോൾ ഏകലവൻ വായു നിറയെ അമ്പ ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ചു. അങ്ങനെ ഈ 7 അമ്പുകൾ കൊണ്ട് കറക്റ്റ് തുന്നിക്കൂട്ടിയ നായയെ കണ്ടപ്പോൾ ആരാണെന്ന് പിന്നെ അന്വേഷിച്ചു. അങ്ങനെ ഏകലവനെ കണ്ടു. അപ്പോൾ ഏകലവന്റെ തന്റെ ഗുരുവാണെന്ന് കണ്ടു വണങ്ങി. അപ്പൊ ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏകലവ്യന്റെ അസ്ത്രവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ പെരുവിരൽ, വലത് കൈയിലെ പെരുവിരൽ ആവശ്യപ്പെട്ടു. അത് മുറിച്ചു കൊടുത്തു എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് ഏകലവ്യന് ബാക്കിയുള്ള കൈകൊണ്ട് ശ്രമിച്ചെങ്കിൽ നടന്നില്ല. അങ്ങനെ ഒരിക്കലും തന്റെ ശിഷ്യന്മാരിൽ അർജുനനേക്കാൾ മികവുള്ള ആരും പാടില്ല. അപ്പോൾ വ്യക്തമായിട്ട് ബ്രാഹ്മണ്യം പഠിച്ച അവർക്ക് അപ്പുറം വേറെ ആർക്കും ബ്രഹ്മം പഠിച്ച, ധർമ്മം പഠിച്ച അവരെപ്പോഴും ആരും വേണ്ട എന്ന സ്വാർത്ഥതയാണ് ദ്രോണാചാര്യർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയുടെ ബലത്തിലാണ് അദ്ദേഹം, ആ ചിന്തയുടെ വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞ വേട സമുദായക്കാരനായ നിഷാദനായ ഏകലവ്യന്റെ വലത് കൈയിലെ പെരുവിൽ ദക്ഷിണയായിട്ട് സ്വീകരിച്ചത്, ഗുരുദക്ഷിണ സ്വീകരിച്ചത്. ഇനി അപ്പോൾ ഇതിലൊക്കെ വ്യക്തമായിട്ട് ഈ പറയുന്ന വർണ്ണാശ്രമത്തിന്റെ പങ്ക്, ബ്രാഹ്മണർക്ക് പ്രാധാന്യമുള്ള സാമൂഹ്യ വ്യവസ്ഥ അന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. പിന്നെ ക്ഷത്രിയേതര രാജാക്കന്മാർ. ശാസ്ത്രപ്രകാരം ക്ഷത്രിയർക്ക് മാത്രമേ രാജാവാകാൻ കഴിയൂ. പക്ഷെ പ്രധാനപ്പെട്ട പലരും ക്ഷത്രിയ വിഭാഗക്കാരായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ക്ഷത്രിയ വിഭാഗക്കാരല്ലാത്ത, നോക്കൂ, വളരെ വിശാലമായ സാമ്രാജ്യം ഭരിച്ചിരുന്ന മൗര്യരുടെ വാദപ്രതിവാദങ്ങൾ വിഷയമായിട്ടുണ്ട്. പിൽക്കാല ബുദ്ധമത ഗ്രന്ഥങ്ങൾ അവരെ ക്ഷത്രിയരായി ചൂണ്ടിക്കാട്ടിയപ്പോൾ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അവരെ താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ചവരായാണ് കണക്കാക്കിയത്. മൗര്യരുടെ തൊട്ടടുത്ത പിൻഗാമികളായി വന്ന സുംഗന്മാരും കണ്വന്മാരും ബ്രാഹ്മണന്മാരായിരുന്നു. വാസ്തവത്തിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ അടിസ്ഥാന ക്ഷത്രിയ ജന്മമായിരുന്നില്ല, മറിച്ച് സമ്പത്തും പിന്തുണയും നേടാൻ കഴിഞ്ഞ ആർക്കും സാധ്യമാകുന്ന ഒന്നായിരുന്നു. അപ്പോൾ ക്ഷത്രിയർക്ക് പൊതുവെ ബ്രാഹ്മണർ പൂജാധികാരിയാകുമ്പോൾ യോദ്ധാക്കൾ, രാജാക്കന്മാർ ക്ഷത്രിയരായിരുന്നു എന്ന സങ്കല്പമാണ്. പക്ഷെ ക്ഷത്രിയ വിഭാഗക്കാരല്ലാത്ത രാജവംശം ഏത്? മൗര്യ രാജവംശം. അതേസമയം ഈ മൗര്യ രാജവംശത്തെ ചില ബുദ്ധമത ഗ്രന്ഥങ്ങൾ ക്ഷത്രിയരായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അവരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായി കണക്കാക്കിയിരുന്നു. ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ താഴ്ന്ന വിഭാഗത്തായി കണക്കാക്കിയിരുന്ന രാജവംശം ഏത്? മൗര്യ രാജവംശം. അതുപോലെ തന്നെ മൗര്യന്മാർക്ക് ശേഷം വന്ന സുംഗന്മാർ, കണ്വന്മാർ. മൗര്യ രാജവംശത്തിന് ശേഷം വന്ന സുംഗന്മാരും പിന്നെ ആരാ പറഞ്ഞത്? കണ്വന്മാരും. ഇവർ രണ്ടുപേരും ബ്രാഹ്മണന്മാരായിരുന്നു. പിന്നെ അതിന് കൂടെ ചേർത്ത് പറയേണ്ട സംഗതി, മധ്യേഷ്യയിൽ നിന്ന് വന്ന ശാകരാജവംശ അവരെയും മ്ലേച്ഛന്മാരായിട്ടാണ് ബ്രാഹ്മണർ കണക്കാക്കിയത്. അപ്പോൾ ശതവാഹന രാജാക്കന്മാർ, നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള രാജവംശമുള്ള ശതവാഹന രാജാക്കന്മാരൊക്കെ ബ്രാഹ്മണന്മാരാണ്. സുംഗന്മാര്, കണ്ണന്മാര് ബ്രാഹ്മണന്മാരാണ്. എന്നാൽ ഇവര് ക്ഷത്രിയർ പോലുമല്ല, നീചജാതിക്കാരാണ് എന്നൊക്കെയാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്ന. ആരെ? മൗര്യ രാജവംശത്തെ കുറിച്ചാണ് പറഞ്ഞത്. ക്ഷത്രിയന്മാരല്ലാത്ത രാജവംശമാണ് മൗര്യ രാജവംശം. അതുപോലെ ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതി, ഈ മധ്യേഷ്യയിൽ വന്ന നേരത്തെ പറഞ്ഞ പോലെ മധ്യേഷ്യയിൽ നിന്ന് വന്ന മറ്റു ഭരണാധികാരികളെ മ്ലേച്ഛർ, അപരിഷ്കൃതർ അല്ലെങ്കിൽ അന്യർ എന്നീ പേരുകളിൽ ബ്രാഹ്മണർ വിശേഷിപ്പിച്ചു. എങ്കിലും ശാക ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനായ 2-ാം നൂറ്റാണ്ട് ക്രിസ്തുവർഷം സുദർശന തടാകം പുനർനിർമ്മിച്ചത് എങ്ങനെയെന്ന് ആദ്യകാല ലിഖിതങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ശക്തമായ മ്ലേച്ഛ വിഭാഗക്കാർക്ക് സംസ്കൃത പാരമ്പര്യം പരിസ്ഥിതമായിരുന്നു. അപ്പോൾ മ്ലേച്ഛ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവർ നേരത്തെ പറഞ്ഞ മൗര്യന്മാരെ പോലെ തന്നെ മറ്റൊരു വിഭാഗം ശാക വിഭാഗത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയാണ് രുദ്രദാമൻ. ശാക വിഭാഗത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരി ആര്?
രുദ്രദാമൻ അദ്ദേഹം സുദർശന തടാകം പുനർനിർവഹിച്ചു. സുദർശന തടാകം പുനർനിർവഹിച്ച രാജാവാര്? രുദ്രദാമൻ ഏത് രാജവംശപ്പെട്ടാണ്? രുദ്രദാമൻ ഉൾപ്പെട്ട രാജവംശം ഏത്? ഉത്തരം ശാക രാജവംശം. ഓക്കെ. പിന്നെ ശതവാഹന രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്ത ഭരണാധികാരിയായിരുന്നു ഗൗതമി പുത സിരി ശതകാനി. താനൊരു വിശിഷ്ട ബ്രാഹ്മണനും ഏക ബ്രഹ്മണ ക്ഷത്രിയരുടെ അഹന്ത നശിപ്പിച്ചവനുമാണെന്നാണ് അവകാശപ്പെട്ടത്. തീർച്ച ശ്രദ്ധേയമാണ്. ചാതുർവർണ്ണ വിഭാഗങ്ങൾ തമ്മിൽ വിജാതീയ വിവാഹത്തിൽ ഏർപ്പെടുത്തില്ല എന്ന് താൻ ഉറപ്പുവരുത്തിയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം രുദ്രദാമന്റെ കുടുംബവുമായി അദ്ദേഹം വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞല്ല, ശതവാഹന രാജവംശ ശ്രദ്ധേയമായ ഭരണാധികാരിയുടെ പേരാണ് ഗൗതമി പുത സിരി ശതകാനി. അദ്ദേഹം സ്വയം വിചാരിച്ചത് താൻ ഒരു വിശിഷ്ട ബ്രാഹ്മണൻ ആണെന്നാണ്. അദ്ദേഹം ഈ പറയുന്ന ചാതുർവർണ്ണ വിഭാഗങ്ങൾ ഒരിക്കലും വിജാതീയ വിവാഹത്തിൽ ഏർപ്പെടുന്നില്ല, അത് സ്വജാതീയ വിവാഹം തന്നെ വേണം എന്ന് ഉറപ്പിച്ച വ്യക്തിയാണ്. ശതവാഹന രാജവംശത്തിൽ പെട്ട ആളെ പേര് ഗൗതമി പുത സിരി ശതകാനി. ഓക്കെ. ഇനി അടുത്ത ഈ ഭാഗത്തിൽ ലാസ്റ്റ് പറയുമ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്ന പറയാനുള്ള കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഈ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ ജാതിയുടെ ചട്ടക്കൂടിനകത്തുള്ള സമന്വയം തികച്ചും സങ്കീർണമായ പ്രക്രിയയായിരുന്നു. തങ്ങൾ ബ്രാഹ്മണരാണെന്ന് ശതവാഹനർ അവകാശപ്പെടുമ്പോൾ രാജാക്കന്മാർ ക്ഷത്രിയരാകണം എന്നാണ് ബ്രാഹ്മണന്റെ പക്ഷം. പക്ഷെ ശതവാഹനൻ ചാതുർവർണ്ണ വ്യവസ്ഥ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുമായി ചില വിവാഹ ബന്ധങ്ങൾ ഏർപ്പെട്ടിരുന്നു. അതായത് ശതവാഹന രാജവംശങ്ങള് ചാതുർവർണ്ണ വ്യവസ്ഥയെ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നെങ്കിൽ സ്വന്തം വർണ്ണത്തിന് പുറത്തുനിന്നുള്ള വംശവുമായിട്ട് കൃത്യമായിട്ട് വിവാഹ ബന്ധം ഏർപ്പെടുന്നവരായിരുന്നു ശതവംശ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. അതുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ. നമ്മളെ ക്ലാസ് ഇന്ന് നിർത്തുകയാണ്. അതിന്റെ ബാക്കിയുള്ള PDF അയച്ചു തരാം കേട്ടോ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.